ഹലോ എവറി വൺ. ഞാൻ എന്തോ സൗണ്ടിൻ്റെ ട്രബിൾ പറയുന്നുണ്ടായിരുന്നു. ഒരു പുതിയ മൈക്ക് വാങ്ങിച്ചതിൻ്റെ കൂടുതലാണ് കേട്ടോ. അതിട്ടിട്ട് അതിനകത്ത് ഞൊണ്ടി ഞാനൊന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. സെക്കൻഡ് തിങ്, ആകെ മൊത്തത്തിൽ പിന്നെ പനിയും ചുമയും ഒക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് സൗണ്ടൊക്കെ തിരിപ്പോൾ ട്രബിൾ വരും. പ്ലീസ് എക്സ്ക്യൂസ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം മസാലയുള്ളതാണ്. സോ മസാല വേണ്ടവർ മാത്രം ഇരിക്കുക, അല്ലാത്തവർ പയ്യെ സ്കിപ്പ് അടിച്ച് പോവുക. ഇരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൊണ്ടിരുന്നാൽ എനിക്കും ഒരു സന്തോഷം, നിങ്ങൾക്കും ഒരു സന്തോഷം, മൊത്തത്തിൽ സന്തോഷം. സന്തോഷം ഇല്ലാത്തവർക്കും സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇന്നത്തെ മസാല എന്നല്ലേ, ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അതിനിടയ്ക്കിടയ്ക്ക് കിളി പോകും, അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ കിളിപോക്ക് കാരണം അത് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പറയും. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. അതിനകത്ത് അതെടുത്ത് വെച്ചിട്ട് നമ്മുടെ അസ്ലാം ആളി ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേര് പറഞ്ഞതിനകത്തും എനിക്ക് ചില കാര്യങ്ങൾ എനിക്കും കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. അവർ രണ്ടുപേര് മാത്രം പറഞ്ഞാൽ പറയും, ഞാനും പറയും, കേൾക്കാം. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഒരു മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, അതും ഓവുലേഷനെ കുറിച്ചിട്ട്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ആരും പറയൂല, സത്യമായിട്ടൊന്നും ആരെ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. വിളിച്ച ഞാൻ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്, പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആവണം. നമ്മളെ വായെ തോന്നിയൊന്നും വിളിച്ചു പറയരുത്. ഇതിപ്പോൾ നിങ്ങളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. ഒരു ഓവുലേഷൻ്റെ ടൈമിൽ ഓക്കെ, ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഓവുലേഷൻ ടൈമിൽ സെക്സിനോടുള്ള ഇഷ്ടം വളരെ കൂടുകയും ആര് വേണമെങ്കിലായിട്ട് സെക്സ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറയണത് ഓക്കെ, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു പ്രശ്നമല്ല, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. പക്ഷേ വിവാഹം കഴിയാത്ത സ്ത്രീകൾ, പാർട്ട്ണർ ഇല്ലാത്ത സ്ത്രീകൾ, എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കരുത്. ഓവുലേഷൻ്റെ ടൈമിൽ ഒരു ടെമ്പററി ലിബിഡോ കൂടും എന്നുള്ളത് ശരിയാണ്. ഒരു സെക്ഷൽ ഫീല് ആ ഒരു ടൈമിൽ ഹോർമോണിൻ്റെ ചേഞ്ചസ് എല്ലാം കാരണം ഓവുലേഷൻ്റെ ടൈമിൽ കൂടും. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ണി കാണുന്ന എല്ലാ ആൾക്കാരെയായിട്ടും സെക്സ് ചെയ്യാൻ തോന്നും എന്നല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓവുലേഷൻ ടൈമിൽ എനിക്ക് റാൻഡം ആയിട്ട് വന്ന സ്വിഗ്ഗി കൊണ്ടുവരുന്ന ചാറ്റിനോട്, അല്ലെങ്കിൽ വീട്ടിലൊരു ഇലക്ട്രീഷ്യൻ വരുന്ന ആളോട്, വഴി പോകുന്ന ഒരാളോടൊക്കെ എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നും. എന്താണ് അത്? എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ സ്ത്രീയുടെ കാര്യമാണ് പറയുമെങ്കിൽ ഓക്കെ, ഫൈൻ. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രിഫറൻസ്, കൺസെൻറ്റ്, സേഫ്റ്റി, ബൗണ്ടറീസ്, ഇതെല്ലാം കൂടിയിട്ടുള്ള, അല്ലാണ്ട് ഏതെങ്കിലും ഒരു റാൻഡം ഗൈനോട് തോന്നുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അട്രാക്ഷനെയും ഓവുലേഷനെയും ഒന്നും കൂട്ടി മിക്സപ്പ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. ഹോർമോൺസ് ചിലപ്പോൾ ഡിസയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എന്ന് വെച്ചിട്ട് അത് നമ്മളെ സ്റ്റാൻഡേർഡ്സ് ഇല്ലാതാക്കുന്നില്ല. നമ്മളുടേതൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, അതില്ലാതാക്കുന്നില്ല ഒരു ഓവുലേഷൻ ടൈമിൽ. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യമായിട്ട് സംസാരിക്കുക. ഒരിക്കലും ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി അതിൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും കംപ്ലീറ്റ് ശരിക്കും നോളേജബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഉള്ള ഫാക്ട്സ് മാത്രം സംസാരിക്കുക. ദയവ് ചെയ്ത് ഒരു സ്ത്രീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സ്യൂഡോ സയൻസ് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇതിലില്ലാട്ടോ. ഈ പറഞ്ഞത് അവരുടെ ആത്മാഭിമാന ബോധത്തിൻ്റെ ഉച്ചഘട്ടത്തിൽ നിന്നുകൊണ്ടുള്ളൊരു ഒരു അഭിപ്രായമാണ്. അസ്ലാം ആളി പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഈ ഒരു പോർഷൻ അത് എല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. മീൻസ് ബുദ്ധിമുട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം സോർട്ട് ഓഫ് ബുദ്ധിമുട്ട്. ബിക്കോസ് നമ്മുടെ സോഷ്യൽ ഈ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള ചിന്തകൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് ചട്ടം കിട്ടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പല രീതിയിൽ കൺട്രോളബിൾ ആയിരിക്കണം. പെണ്ണ് പിഴച്ചു കഴിഞ്ഞാൽ ഭയങ്കര പേരാ. അത് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, റിപ്പീറ്റേഷൻ ആകണ്ട. അതുകൊണ്ട് ഒന്നും കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ഒരാണ് ഒരു 10 പെണ്ണുങ്ങളെ കൂടെ പോയെന്ന് പറഞ്ഞാൽ കൃഷ്ണ എന്ന് പറയും. പെണ്ണ് പോയി കഴിഞ്ഞാൽ പെണ്ണിനെ മറ്റതെന്ന് പറയും. ആണുങ്ങളെ കൂടെ പോയി ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവനെ മാത്രം ബൂസ്റ്റപ്പ് ചെയ്യും, പെണ്ണിനെ പക്കയ്ക്ക് മറ്റതെന്ന് പറയുന്നേ ഒരു അഭിസാരിക എന്ന പട്ടം ചാഴ്ത്തി കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സോഷ്യൽ ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ പെണ്ണുങ്ങളെ പറ്റി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് തെറ്റാണ് എന്ന് അസ്ലാം ആളി പറഞ്ഞത് ശരിയാണ്. എന്നാൽ ശ്രീലക്ഷ്മി പറഞ്ഞതും കാര്യമാണ്. ആ ഒരു ടൈം
ഈ ഒരു ഓവുലേഷൻ ആ ഒരു പീരീഡ്, ആ സമയത്ത് അതൊന്ന് ഓവർകം ചെയ്യാൻ ഒരുപാട് പേര് പാടുപെടാറുണ്ട്. ബേസിക്കലി മൈസെൽഫ് എനിക്ക് ആ പ്രോബ്ലം ഉണ്ട്, അത് ഉള്ള കാര്യം തന്നെയാണ്. അത് ഈസ്ട്രജൻ്റെ കൂടുതൽ കൊണ്ടാണോ ഇനി ബൂസ്ട്രജൻ്റെ കൂടുതൽ കൊണ്ടാണോ എന്ത് കുന്തമാണെന്ന് അറിയത്തില്ല. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹങ്ങൾ ഉണ്ടാകും. സോ മോസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള റെമഡീസ് ഉണ്ട്. നന്നായി നേരത്തെ കിടന്നുറങ്ങുക, പെട്ടെന്ന് ഉറങ്ങാനുള്ള ഒരു സൊല്യൂഷൻസ് എന്തെങ്കിലും കണ്ടെത്തുക, ചിന്തകൾ മാറ്റുക, മറ്റെന്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ല പാട്ടോ ഡാൻസോ ഒക്കെ പോയിരുന്ന് കാണുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പതിയുള്ള സിനിമകൾ കാണുക. ഈ ആകാശദൂത് മോഡലൊക്കെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഈസ്ട്രജനും അവിടെ കഴുകി പോകപ്പെടും. അവിടെ പിന്നെ വേറൊരു ചിന്തയും നമുക്ക് വരത്തില്ല. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റാനുള്ള സൊല്യൂഷൻസ് നമ്മൾ അതിനകത്തൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. സോ അങ്ങനെ ചെയ്ത് നമ്മളെ സേഫ് ആക്കുക. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ആണുങ്ങൾക്കിത് സൈക്കോളജിക്കൽ അല്ല, ബയോളജിക്കലാണ്. പെണ്ണുങ്ങൾക്ക് ഇത് സൈക്കോളജിക്കലാണ്. അത് സാമൂഹ്യ വ്യവസ്ഥയെ ബേസ് ചെയ്തിട്ടാണ്. അതായത് സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ളൊരു സ്ഥാനം, സ്ത്രീകളെ പരിഗണിക്കപ്പെടുന്നത്, അത് അങ്ങനെ ഒരു ചട്ടം ഉണ്ടാക്കിയ പെണ്ണ് അതിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുകയാണ്. പക്ഷെ അതൊരു നല്ല ടേമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മേ ബി പുരോഗമനം അധികമൊന്നും നമ്മുടെ തലയിൽ കയറാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. സ്ത്രീകൾ അങ്ങനെ പരിമിതമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതൊരു നീതിയാണ്. എനിക്ക് താല്പര്യമില്ല. എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കേസാണ്. ഒരുപാട് പേരെയൊക്കെ കൊണ്ട് കിടന്ന് ഒരേ സമയം അറ്റ് എ ടൈം 3-4 പേരെ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യുക, ഈ മാസത്തേക്ക് ഒരാൾ, അടുത്ത മാസത്തേക്ക് വേറൊരാൾ, ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ആൻഡ് അത് ശ്രീലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കതിൽ കുറച്ച് കുറ്റബോധമൊക്കെ വരാറുണ്ട് എന്ന് പറയുന്നില്ല. അതുപോലെ ഇപ്പോൾ ഈ സ്വയംഭോഗം എന്ന് പറയുന്ന ഒരു തേമിനെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ശ്രീലക്ഷ്മിയുടെ പ്രോബ്ലം ഈസ്ട്രജനാണ്. ഈസ്ട്രജൻ അധികം ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു ബോഡി ഉള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് കയ്യിലൊക്കെ പച്ച കുത്തിക്കൊണ്ട് നടക്കുന്നത്. ഈസ്ട്രജൻ്റെ അമിതമായ അളവ് പെണ്ണിൻ്റെ കയ്യിലുണ്ട്. പഠിച്ചിട്ടുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ടീച്ചറാണ്. പക്ഷെ എന്ത് ചെയ്യാമെന്നറിയാമോ, ആ വിദ്യാഭ്യാസവും അവളുടെ തലച്ചോറുമായി യാതൊരു ബന്ധവുമില്ല. എന്തൊക്കെ കാണാതെ പഠിച്ച് കുറേ ഡിഗ്രികൾ ഉണ്ടാക്കിയെടുത്തു എന്നതിനപ്പുറം അതിന് ഒരു ബോധമുള്ളതല്ല. 2, അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ, ഒരു അമ്മയാണ് അവൾക്കുള്ളത്. അതായത് അവളുടെ അച്ഛൻ അവളെ ഉപേക്ഷിച്ച് പോയി, അമ്മ തനിച്ചാണ് അവളെ വളർത്തിയിട്ടുള്ളത്. സെയിം തിങ് അസ്ലാം മാളിയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ടു, അച്ഛനെ പിന്നീടാണ് അവൾ മറ്റൊരു ആളെ കൊണ്ട് അമ്മ വിവാഹം കഴിച്ചിട്ട്, അതാണ് ഇപ്പോഴും അച്ഛൻ എന്ന് പറയുന്നത്. പക്ഷേ 2 പേരും തമ്മിലുള്ള വളർപ്പിൻ്റെ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. ഈ അസ്ലാം മാളി പറയുന്നത് വളരെ ഒരു ഗ്രേറ്റ് പോയിൻ്റാണ്. സൊസൈറ്റിക്ക് മനസ്സിലാകുന്ന തക്കവണ്ണം ആ കുട്ടി അത് പറഞ്ഞിട്ടുണ്ട്. അതായത് നിൻ്റെ കാര്യം നീ പറ, എല്ലാവരുടെയും കാര്യം കൂട്ടിപ്പിടിച്ച് നീ പറയേണ്ട കാര്യമില്ല, അത് പോയിൻ്റാണ്, അത് കറക്റ്റാണ്. ശ്രീലക്ഷ്മിക്ക് ഈ ഓവുലേഷൻ ടൈം ആകുമ്പോഴത്തേക്ക് ഇളക്കും. ശ്രീലക്ഷ്മിക്ക് ആരെന്നൊന്നും പ്രശ്നമില്ല. ശ്രീലക്ഷ്മി മെറ്റീരിയലും കയ്യിൽ വെച്ചിട്ടുണ്ട്, മെഷീൻ. ആ സാധനം പോരാ, എന്നാലും ശ്രീലക്ഷ്മി ആരെങ്കിലുമൊക്കെ അന്വേഷിക്കുക, ആരെങ്കിലുമൊക്കെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയും. പിന്നെ ഇത് രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സൊസൈറ്റിയിൽ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എയ്ച്ച് ആൻഡ് എവറിത്തിങ് ഓപ്പൺ ആയിട്ട് പറയുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മളൊന്ന് പൊതിഞ്ഞ് പറയണം. പൊതിഞ്ഞ് പറയാമെന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് എനിക്ക് ഈ ഒരു ഓവുലേഷൻ ടൈം ആകുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, അത് മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേകതരം ഈട്രജൻ്റെ കുഴപ്പമാണ് അത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേസമയം എനിക്ക് ആ സമയത്ത് ആരെ കിട്ടിയാലും മതിയായിരുന്നു, ഞാനൊന്ന് കയറ്റിയാൽ മതിയായിരുന്നു എന്ന ഒരു ഫോം പറയുന്നില്ലേ, അവിടെയാണ് ആ നാഗരികത തലയിൽ കയറിയ, സാംസ്കാരികത നഷ്ടപ്പെട്ട ഒരു ലേഡി നമ്മൾ കാണുന്നത്. അവരുടെ ചുറ്റുമുള്ള അവരെ കൊണ്ടു നടക്കുന്ന കുറേ ഫെമിനിസ്റ്റുകൾ, അവരുടെ ഉദ്ദേശ ലക്ഷ്യം ഇത് തന്നെയാണ്, സെക്സ്, ഫ്രീ സെക്സ്. ഇതിനാണ് അവർ ഫെമിനിസത്തിനെ കൂട്ടുപിടിക്കുന്നത്. ഒരിക്കലും അത് ശരിയായ ഒരു നടപടിയല്ല. നമ്മൾ ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് തുല്യ പരിഗണന കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ സഹജീവിയായി അംഗീകരിച്ചാൽ മതിയടേ, നിങ്ങൾ ഒരുപാട് തലയിലൊന്നും കയറ്റണ്ട, നിങ്ങളെ സഹജീവിയായിട്ട് അംഗീകരിക്കൂ എന്നുള്ളതാണ് യഥാർത്ഥ ഫെമിനിസ്റ്റുകൾ പറയുക, മുന്നോട്ട് വയ്ക്കുക. അപ്പം നമുക്ക് ഒരുപാട് ഫെമിനിസ്റ്റുകളെ പറയാം. സാവിത്രി പിള്ളെ, ഒരുപാട് അന്തർജനം, സാവിത്രി അന്തർജനം, അവരുടെ പേര് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല, പാർവതി അന്തർജനം, സാവിത്രി പിള്ളെ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഫെമിനിസ്റ്റുകളാണ്. അവർ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പഠനം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളതാണ്. അപ്പം വിദ്യാഭ്യാസത്തിലൂടെ കൂടുതൽ അറിവുകൾ നേടുക, കൂടുതൽ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, കിണറ്റിലെ തവളകളിൽ നിന്ന് മാറി ലോക വിവരമുള്ള ഇതൊരു ലോകമാണെന്നും ഒരു ഭൂഗോളമാണെന്നും ഇവിടെ ഇത്ര നാളത്തേക്കാണ് നമുക്ക് ആയുസ്സുള്ളതെന്നും സോ ഇത് നമ്മുടെ ലൈഫാണെന്നും ഇതിനെ ഇങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ തക്കവണ്ണം കഴിയുന്ന ഒരു സംഗതിയാണ് വിദ്യാഭ്യാസം. അപ്പം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ തന്നെ ഒരു പരിധിവരെ അടിച്ചമർത്തലുകൾ, അടിമത്തത്തിൽ നിന്നൊക്കെ അവർക്ക് കരകയറാൻ പറ്റും. സ്വയം പര്യാപ്തത നേടുന്ന ഒരു പെൺകുട്ടി മറ്റൊരാളുടെ അണ്ടറിൽ നിൽക്കില്ല.
സോ അണ്ടറിൽ നിൽക്കുന്നത് പ്രശ്നമാണെന്ന് വെച്ചാൽ നമ്മൾക്ക് അണ്ടറിൽ നിൽക്കാൻ 2 വ്യക്തികളെ ഉള്ളൂ, അച്ഛനും അമ്മയും. അവരുടെ അണ്ടറിൽ നമ്മൾ നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബാക്കി ആരുടെ അണ്ടറിൽ നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ അങ്ങനെ കമ്മിറ്റഡ് ആകേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്നു, അതിൽ കൂടെ ആഹാരം കഴിക്കുന്നു, സ്വസ്ഥമായി പോകുന്നു. അവർക്ക് എങ്ങനെയാണോ നിങ്ങൾ, ഇപ്പോൾ ഭർത്താവാണെന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ അണ്ടറിൽ അയാൾ വരാത്തത്? പക്ഷെ നിങ്ങൾ അയാളുടെ അണ്ടറിൽ വരണമെന്ന് അവരെന്തുകൊണ്ട് പറയുന്നു? ഇറ്റ്സ് ഓൺലി സാമൂഹിക വ്യവസ്ഥ. സോ ആ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതാണ് ഫെമിനിസം, ഈക്വാലിസം. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഭരണഘടന ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സംഗതിയെ ഉൾക്കൊള്ളാനുള്ള വൈക്ലഭ്യം? ഇതായിരിക്കണം പോയിന്റ്, പിൻ പോയിന്റ് ചെയ്യേണ്ട ഈ വിഷയമാണ്. ശ്രീലക്ഷ്മി ഇതൊക്കെ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷെ ഇതൊക്കെ വിട്ടിട്ട് ശ്രീലക്ഷ്മി വേറൊരു ലെവലിലേക്ക് ചിന്തിച്ച് പോവുകയാണ്. അവൾക്ക് കുറച്ചുകൂടെ ഫേമസ് ആവാൻ, ഫെമിലിയർ ആവാൻ സെക്സിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയുക. അഫ്കോഴ്സ് നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ പെണ്ണുങ്ങളും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ആ ഒരു പോയിന്റിൽ അസ്ലാം അലി പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈച്ച് ആൻഡ് എവറി വൺ ഹാവ് സെയിം പ്രോബ്ലം. അപ്പോൾ ചിലർ സ്വയം ഭോഗത്തിലൂടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കും. ഇനി അങ്ങനെ ചെയ്യാത്തവരുണ്ടായിരിക്കാം. ചെയ്യുന്നവരത് ഒളിച്ചും വെക്കുക, ഞാനതൊന്നും ചെയ്യത്തില്ല എന്ന് പറയും. അതെന്തോ നാണക്കേട് പോലെയാണ് പറയുന്നത്. അതിപ്പം ആൺകുട്ടികൾ ചെയ്യാറില്ലേ, അവരത് നാണക്കേടെന്ന് പറയാറില്ലല്ലോ. ഓഫ് കോഴ്സ് അവർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർക്കത് ഓഫ് ഫ്ലോ ആയിട്ട് പോകും. ദ സെയിം തിങ് സ്വപ്നസ്ഖലനം പെണ്ണുങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അത് പറയത്തില്ല ആരും. എന്തോ ഒരു നാണക്കേട് പോലെ, അതാണ് ഞാൻ പറഞ്ഞത്, വ്യവസ്ഥിതി അതായത് കൊണ്ട് ആ പെൺകുട്ടികൾ അത് മറയ്ക്കുന്നതാണ്. അല്ലാത്ത പക്ഷേ ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഇതൊക്കെ ഒരു കോമൺ തിങ് ആണ്. നമുക്ക് വയറുവേദന ഉണ്ടാകും, സ്റ്റൊമക്ക് പെയിൻ ഉണ്ടാകും, പിന്നെ ഗ്യാസ് ട്രബിൾ ഉണ്ടാകും, കീഴ്വായു പോകും, ഏമ്പക്കം പോകും, തുമ്മൽ വരും. ഇതൊക്കെ ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സാധനങ്ങൾ. നവദോരങ്ങളിൽ കൂടെ പല രീതിയിലുള്ള സ്രവങ്ങൾ, ശബ്ദങ്ങൾ ഒക്കെ പുറപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതൊന്നും നമ്മൾ പബ്ലിക്കായിട്ട് പറയത്തില്ല. അത് സാംസ്കാരികതയുടെ ഉന്നതിയാണ് ആ കാണിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇതൊക്കെ ഡിസ്കഷനിൽ വരണം എന്നുള്ളത് കാര്യം. ശ്രീലക്ഷ്മി കാണിക്കുന്ന മോഡൽ വളരെ വൾഗറാണ് എന്ന് അസ്ലാം അലി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. തെറ്റായ രീതിയിലുള്ള നരേഷൻ, തനിക്ക് പ്രസിദ്ധി നേടാൻ വേണ്ടിയിട്ട് സ്ത്രീ വർഗത്തിന് ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ശ്രീലക്ഷ്മി നിർത്തിവെക്കണം. അത് മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇത് വൈഡനായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇതിനകത്ത് നമുക്ക് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അത് ഈ രണ്ടുപേരും, ഇപ്പം അസ്ലാം അലി ചെയ്യുന്ന പോർഷൻ വളരെ നല്ലതാണ്. കാരണം ചിലർക്ക് ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ കുറവായിരിക്കും. ഈച്ചിങ് ഉണ്ടാകുന്നത്, ഇപ്പോൾ പ്രൈവറ്റ് പാർട്ടിലുണ്ടാകുന്ന ഈച്ചിങ്, അവിടെ ഉണ്ടാകുന്ന ട്രബിൾ, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന തള്ളീച്ച, അത് എന്തുകൊണ്ട് വന്നു എന്നുള്ള കൺഫ്യൂഷൻ, അങ്ങനെ കുറേ മെഡിക്കൽ ടേംസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അസ്ലാം അലി കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അവളുടെ ഏജ് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവളുടെ ഏജിലുള്ളൊരു പെൺകുട്ടി, ആ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു പെൺകുട്ടി ഒരിക്കലും ഇനിഷ്യേറ്റീവ് എടുക്കാത്ത ഒരു മേഖലയിൽ അവൾ ശോഭിച്ചു നിന്നൊരു കുട്ടി തന്നെയാണ്. എത്ര ജെന്യൂനായി ആളുകൾക്ക് അക്സെപ്റ്റൻസ് ഉള്ള രീതിയിൽ അത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഖണ്ഡിക്കാൻ ഏറ്റവും ഉതകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അസ്ല തന്നെയാണ്. അപ്പോൾ അസ്ല പറഞ്ഞത് ആ പോയിന്റിൽ കറക്റ്റാണ്. അതേസമയം ശ്രീലക്ഷ്മി പറഞ്ഞതും ശരിയാണെങ്കിൽ പോലും ആ പറഞ്ഞ ആ ടേം ഉണ്ടല്ലോ, ആ ടോൺ, അത് ശരിയല്ല. അതാണ് എനിക്കിതിനകത്ത് മനസ്സിലായിട്ടുള്ളത്. സോ ബോത്ത് ആർ സെയിം, രണ്ടുപേരും ഒരേ ഇത് തന്നെയാണ്. സെക്സ് എഡ്യൂക്കേഷൻ ഏറ്റവും നല്ലപോലെ കൊടുക്കുന്നതാണ് പിന്നെ ശ്രീലക്ഷ്മി അറയ്ക്കൽ. ബിക്കോസ് അവൾ ആ മെറ്റീരിയലൊക്കെ എടുത്താണ്, ചൈന പ്രോഡക്റ്റൊക്കെ കൊണ്ടുവന്ന് കാണിക്കും. അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ പറയും. അത് നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെയാണ് ഇതൊക്കെ ഇത് ഒരു വലിയ പ്രോബ്ലമായിട്ടും, ഇതിങ്ങനെ ചെയ്തുകൂടാ, ഇതൊക്കെ ഭയങ്കര ക്രൈമായിട്ടും മതവാദികൾ അത് പിന്നെ ഭയങ്കരമായിട്ട് പറയും. അതിൽ മെയിനായിട്ട് ക്രിസ്ത്യൻസ് ഭയങ്കരമായിട്ട് പറയും. ഈ സ്വയംഭോഗത്തിനെ എതിർക്കുന്ന ഒരു ടീമാണ് അവർ. മതവിശ്വാസം വിട്ടവരൊക്കെ നല്ല രീതിയിൽ റോക്കറ്റ് വിക്ഷേപിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ യുക്തിവാദികൾക്കിടയിൽ സംസാരിച്ച് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞില്ലേ, ഇതൊരു രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യമാണെങ്കിൽ ഡിഫറെൻ്റ് ആംഗിളിൽ നിന്നുള്ള വർത്തമാനമാണ്. പിതാവില്ലാതെ വളർന്ന 2 മക്കൾ, ആ രണ്ടുപേരുടെ വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അവിടെ കണ്ടത്. അതിൽ ഒരാൾ നല്ല രീതിയിൽ മെച്യൂരിറ്റി ലെവൽ കീപ്പ് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ കുറവാണെങ്കിൽ പോലും. മറ്റൊരാൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും ആ മെച്യൂരിറ്റി ഇല്ലായ്മ അവിടെ കാണിക്കുന്നുണ്ട്. വെറും റെഡ് സ്ട്രീറ്റ് പെണ്ണുങ്ങളുടെ ക്വാളിറ്റിയിലേക്ക് തരം താർന്നു പോയി എന്നുള്ളതാണ് ശ്രീലക്ഷ്മിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ എനിക്ക് മനസ്സിലായത്. ലെങ്തി വീഡിയോ ആയെങ്കിൽ സോറി. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വിഷയത്തിനെ പറ്റി കൂടുതൽ പറയാൻ താല്പര്യമുണ്ട്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ചിലരൊക്കെ ഇതൊക്കെ ഒരു ഷെയിംഫുൾ ആക്റ്റായിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ് എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ആകുമല്ലോ എന്നോർത്തിട്ട് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. നന്ദി.